ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ എവിടെ മുതലാണ് താൻ ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് തുറന്നു പറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ ജിൻഡോ. ജാസ്മിന് തുടക്കത്തിൽ പണിയൊക്കെ എടുക്കാൻ മടിയായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും നല്ല രീതിയിൽ ജോലികളൊക്കെ ചെയ്യുമായിരുന്നുവെന്നും പക്ഷെ എന്തെങ്കിലും പണി പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നുവെന്നും ചിരിച്ചുകൊണ്ട് ജിൻഡോ പറയുന്നുണ്ട്. മാത്രമല്ല തുടക്കം മുതൽ തന്നെ താൻ ശ്രദ്ധിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ എന്നും ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ നല്ല രീതിയിൽ ഫെയർ ചെയ്ത് കളിച്ചുവെന്നും പെൺകുട്ടികൾ ആരൊക്കെയാണ്, അവരുടെ ഗെയിം എന്താണെന്ന് ശ്രദ്ധിക്കണമെന്ന് പുറത്തുനിന്ന് പോകുമ്പോൾ ചിലർ തന്നോട് പറഞ്ഞിരുന്നു. കാരണം അവർ കയറി വരാനുള്ള സാധ്യതയുണ്ടെന്നും ജിൻഡോ പറയുന്നു. ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ ജാസ്മിന്റെ കണ്ണിലെ ആ ഫയർ താൻ കണ്ടുവെന്നും ആ അടിയും വാശിയും ഒക്കെ കണ്ടപ്പോൾ ശക്തിയായ എതിരാളി എന്ന നിലയിൽ ടാർഗറ്റ് ചെയ്ത് തന്റെ ലിസ്റ്റിലുള്ള ഒരാളായി ജാസ്മിനെയും ഉൾപ്പെടുത്തിയെന്നും അതുകൊണ്ട് തന്നെ ജാസ്മിൻ എന്ത് ചെയ്താലും താൻ തിരിച്ചടിച്ചുവെന്നും ജിൻഡോ പറയുന്നു. ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ വളരെയധികം തളർന്നതുപോലെ തോന്നിയിരുന്നു തനിക്ക്. നമ്മുടെ എതിരാളികൾ താഴെ വീണ് കിടക്കുമ്പോഴല്ല നമ്മൾ അടിക്കേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് നീ കളിയിലേക്ക് തിരിച്ചുവാ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ പ്രോത്സാഹിപ്പിച്ചതെന്നും താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാസ്മിൻ സ്വീകരിച്ചുവെന്നും ചില സമയത്ത് തിരിച്ചു പറയും, അത് ജാസ്മിന്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നും ജിൻഡോ വ്യക്തമാക്കുന്നു. കുടുംബത്തിൽ ഒരാൾ തളർന്നു പോയാൽ നമുക്ക് മാത്രമേ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂവെന്നും ജാസ്മിൻ തളർന്നപ്പോൾ താൻ ചിന്തിച്ചത് തന്റെ കുടുംബത്തിലുള്ള ഒരാളാണ്, അവൾ തളർന്നു പോകാൻ പാടില്ലെന്നായിരുന്നുവെന്നും അതുകൊണ്ടാണ് നീ മികച്ച ഗെയിമറാണ്, ടോപ്പ് 5-ൽ എത്തേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ പ്രോത്സാഹിപ്പിച്ചതെന്നും ജിൻഡോ പറയുന്നു. മാത്രമല്ല ബിഗ് ബോസ് കപ്പുമായി വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്റെ അമ്മ വലിയ കരച്ചിലായിരുന്നുവെന്നും അമ്മയ്ക്ക് ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല, ബിഗ് ബോസിന് ശേഷം വീട്ടിൽ പോയി അമ്മയോടൊപ്പം ചെലവഴിക്കാൻ സമയം കിട്ടിയില്ല എന്നും ജിൻഡോ പറയുന്നു. എന്നാൽ അമ്മയെ സ്ഥിരം വിളിക്കാറുണ്ട്. അമ്മയ്ക്ക് തന്റെ ഈ നേട്ടത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ട്. എല്ലാ സ്ത്രീകളോടും വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ് താനെന്നും ഇന്ന് വരെ ഒരു സ്ത്രീയെ ചെറുതായി പോലും താൻ അടിച്ചിട്ടില്ല. ബിഗ് ബോസിലെ ജയിലിൽ വെച്ച് ജാസ്മിൻ തന്റെ കൈക്ക് അടിച്ചിരുന്നു, അപ്പോൾ വേണമെങ്കിൽ തനിക്ക് എഴുന്നേറ്റ് പരാതി കൊടുക്കാമായിരുന്നു, പക്ഷെ താൻ അതിൽ പോട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ജിൻഡോ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ബിഗ് ബോസ് ഷോയിൽ വെച്ച് നിരവധി തവണ പരസ്പരം ഏറ്റുമുട്ടിയവരാണ് ജിൻഡോയും ജാസ്മിനും. അതിന്റെ പേരിൽ പുറത്ത് സ്വാഭാവികമായും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ജാസ്മിന് തന്നെയായിരുന്നു. ബിഗ് ബോസിന് ശേഷം ഏഷ്യാനെറ്റിന്റെ തന്നെ മറ്റൊരു പരിപാടിയിൽ ജാസ്മിനും ജിൻഡോയും എത്തുകയും ചെയ്തിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായിരുന്നു ജിൻഡോ. എന്നാൽ ജിൻഡോയേക്കാൾ കപ്പടിക്കാൻ അർഹതയുണ്ടായിരുന്നത് ജാസ്മിൻ ആയിരുന്നുവെന്നാണ് ഫിനാലേക്ക് ശേഷം മിക്കവരും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഷോയിൽ 3-ാം സ്ഥാനമാണ് ജാസ്മിന് ലഭിച്ചത്. അതോടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെങ്കിലും ബിഗ് ബോസ് സീസൺ 6 അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിന്റെ പേരിലായിരിക്കുമെന്നാണ് വലിയൊരു വിഭാഗം ആരാധകരും അഭിപ്രായപ്പെട്ടത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.